എറണാകുളം ജില്ലയിലെ കണ്ടനാട് ഗ്രാമത്തിൽ ആലുങ്കൽ ശ്രീ എ വർഗീസിൻ്റെയും ശ്രീമതി കുഞ്ഞമ്മ വർഗീസിൻ്റെയും മകനായി 1952 ശ്രീ ജോസ് ആലുങ്കലിൻ്റെ ജനനം. കണ്ടനാട് ഹൈസ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. പിന്നീട് തൃപ്പൂണിത്തുറ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ചിത്രകലയെ തൊട്ടറിഞ്ഞ ശ്രീ ജോസ് ആലുങ്കൽ പിന്നീട് കലാരംഗത്ത് ചുവടുറപ്പിച്ചു. നാൽപ്പത്തിയഞ്ച് വർഷത്തെ കലാജീവിതത്തിനിടയിൽ പരസ്യചിത്രകാരൻ, നാടക നടൻ, നാടക സംവിധായകൻ, എഴുത്തുകാരൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായി. 1990 സ്വപ്നം കൊണ്ട് ഒരു തുലാഭാരം എന്ന നാടകത്തിൽ രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന അവാർഡും ശ്രീ ജോസ് ആലുങ്കലിന് ലഭിച്ചു. ഇന്നും നാടകത്തിൻ്റെ തട്ടിൽ സജീവ സാന്നിധ്യമായ ശ്രീ ജോസ് ആലുങ്കൽ തൻ്റെ ദൈവകൃപയും അനുഭവങ്ങളും പ്രേക്ഷക സമക്ഷം പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. അങ്ങനെ ഞാൻ എൻ്റെ വർക്കിൽ മുഴുകിയിരിക്കുന്ന സമയം, അപ്പോൾ എനിക്കൊരു തോന്നൽ, അവിടെ വരുന്ന മിക്കവരും പിന്നെ കാണാനില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ജോസേട്ടനെ അറിഞ്ഞില്ലേ? അവൻ ഇവൻ്റെ കലാഭവൻ്റെ കൂടെ മിമിക്രിക്ക് പോയി, അവിടെ മുങ്ങി, അമേരിക്ക മുങ്ങി. അതെ, പിന്നെയിൽ അവനിപ്പോൾ കോടീശ്വരനാണ്. അവിടെ മണിക്കൂറിനല്ലേ ശമ്പളം. എനിക്ക് പോകാൻ പറ്റുമോ? പിന്നെന്താ, ജോസേട്ടൻ പോണെങ്കിൽ പോയിക്കോ. അങ്ങനെ ഞാനൊന്ന് അപേക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എൻ്റെ ഓഫീസ്, തൊട്ടടുത്ത ഓഫീസ് പിന്നെ സോമൻ ലെസർ ടൂർ എന്ന് പറഞ്ഞൊരു ഓഫീസാണ് എൻ്റെ, അവരുടെ ഡിസൈനൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞ്, ജോസേ, ഞങ്ങൾ സിംഗപ്പൂർ മലേഷ്യ ടൂർ പോകുന്നുണ്ട്, ജോസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വരാം സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ജോസിന് ഞാൻ കുറച്ച് പൈസ തരാറുണ്ട്, ഒരു 10-15,000 രൂപ ഞാൻ തരാനുണ്ട്. ആ പൈസ ഞാൻ ഇതിൽ ചേർത്തിട്ട് ബാക്കി കുറച്ച് 10 രൂപ കൊണ്ട് തന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ശരി, ഞാൻ തരാം, ഇപ്പോഴത്തെ പൈസ ഇല്ല, വർക്ക് ചെയ്ത് ഞാൻ തന്നോളാം. അങ്ങനെ ഞാൻ സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് പോകുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ ഒറ്റയ്ക്കല്ലേ, അവിടെ അന്ന് ഒരു മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ഒരു പുള്ളി ഉണ്ടായിരുന്നു, അങ്ങനെ തിരുവല്ലക്കാരന്. ആ പുള്ളി എന്നെ ഇഷ്ടപ്പെട്ട്, ഞാൻ ഫോട്ടോഗ്രാഫൊക്കെ എടുക്കണതൊക്കെ കണ്ടു, എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലും ക്യാമറയിലൊക്കെ എടുക്കുന്നതൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി ഇങ്ങനെ പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ വിളിക്കുവാണ്, ജോസേ ഒന്ന് തിരുവല്ല വരെയും വരണം, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ താൻ ഇപ്പം തന്നെ പോലെ ഒരു ടാക്സി പിടിച്ചിങ്ങോട്ട് പോരും. ടാക്സി ഒന്നും പിടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ജോസേ, ഞങ്ങൾ ഫാമിലി ഒരു 18 പേരോളം ഉണ്ട്. ഞങ്ങൾ യൂറോപ്പ് പോവുകയാണ്. ലണ്ടൻ, പാരീസ്, ഇറ്റലി, ബെൽജിയം, ഹോളണ്ട്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, അങ്ങനെ കറങ്ങി വരാൻ പോകുന്ന ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. സോമൻ ആണ് തന്നെ കൊണ്ടുപോകണമെന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പം സാറേ, അത് വിസയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതൊക്കെ വിട്, അതൊക്കെ ഞാൻ ചെയ്തോളാം. താൻ ചെയ്യേണ്ട ഒരു കാര്യം, ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തോളാം. താൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത് മാത്രം, ഞങ്ങളുടെ ഫോട്ടോഗ്രാഫൊക്കെ എടുത്ത് തന്നെ, വീഡിയോ ഒക്കെ എടുത്ത് തന്നെ, എന്തു പറയുന്നു, അതൊക്കെ ചെയ്തു തരാം. അങ്ങനെ പുള്ളി ഏതാണ്ട് എന്നോട് പോയി പറഞ്ഞ്, തേവര കോളേജിൽ ഒരു ഈവനിങ് കൗണ്ടറുണ്ട്, അവിടെ പോയി ഒരു അക്കൗണ്ട് ചേരാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി ഒരു അക്കൗണ്ടൊക്കെ ചേർന്ന് അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് കുറേ ലെറ്ററുകളും കാര്യങ്ങളെല്ലാം തന്ന് അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത്. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് വിസ കിട്ടി. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ട്രിപ്പ് പോയി. അപ്പം ഞാൻ ഓർത്ത് തന്നെ ഫോട്ടോഗ്രാഫ് എടുത്താൽ പോരെ, എല്ലാവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. ഇപ്പം ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും, ഇപ്പം പിസാ ഗോപുരത്തിൻ്റെ അവിടെ ചെന്ന് നിന്ന് അവരെല്ലാവരും പലരും പല വഴിക്ക് പോയി. ഇവരെയൊക്കെ ചേർത്ത് നിർത്തി പടം എടുക്കണ്ടേ, ഇവരെയൊക്കെ. അപ്പോൾ എനിക്ക് കാഴ്ച കാണാനുള്ള സമയം കുറവാണ്. ഇവരെയൊക്കെ പോയി സംഘടിപ്പിച്ച് വിളിച്ചോണ്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും അമേരിക്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അതെനിക്ക് കിട്ടി. അങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ തൊട്ടടുത്ത് ലൗഡയിൽ എന്നൊരു ക്ലബ്ബുണ്ട്. ഞാൻ അവിടെ സമയങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ക്ലബ്ബിൽ ഒരാൾ പറഞ്ഞത്, ഇരിക്കുന്ന കക്ഷി അമേരിക്കയിലെ സ്ഥിരതാമസമാണ്, അയാൾ അവിടെ റെസ്റ്റോറൻറ്റോ ഹോട്ടലോ അതിൻ്റെയൊക്കെ നടത്തുന്നുണ്ട്, ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നു. ഞാൻ ചെന്ന്, എൻ്റെ പേരിങ്ങനെ ജോസ് എന്നാണ്, എനിക്കൊന്ന് അമേരിക്കയിൽ പോകാൻ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വിസ കിട്ടി. തനിക്ക് വിസ കിട്ടിയാ? എന്ത് വിസ കിട്ടി? 10 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി. തനിക്കൊന്നും വിസ കിട്ടാൻ പറ്റിയുള്ള ചാൻസ് ഇല്ലല്ലോടൂ. ഉണ്ട് സാറേ. എന്നാൽ ഒരു കാര്യം ചെയ്യും, നാളെ ആ പാസ്പോർട്ടുമായിട്ട്, വിസ അടിച്ച ആ പാസ്പോർട്ടുമായിട്ട് എന്നെ വന്ന് കാണുന്നു പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി പാസ്പോർട്ട് കണ്ടിട്ട് ഞെട്ടിപ്പോയി. വിസ കണ്ടിട്ടേ 10 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം തുറന്നു പറയാം, എൻ്റെ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ എവിടെയെങ്കിലും ഞാനൊരു തനിക്കൊരു അവസരം തരാം. പിന്നെ ആഴ്ചയിലാണ് ശമ്പളം, $300 തരും, ഭക്ഷണം വേറെ തരും. അങ്ങനെയാണെങ്കിൽ താൻ 2 മാസം കഴിഞ്ഞ് മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും താൻ കയറിപ്പോരുന്നു. അങ്ങനെ സന്തോഷമായി അമേരിക്കയ്ക്ക് പോവുമല്ലേ. അപ്പോൾ ഇനി കുറേ നാളുകൾക്ക് ശേഷം ഒരു ലക്ഷപ്രഭു അല്ലെങ്കിൽ ഒരു കോടീശ്വരനായിട്ടൊക്കെ തിരിച്ചു വരുവുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ പോണത്. പോകാൻ നേരത്ത് കുറേ എന്താണ് വയറിളക്കത്തിൻ്റെ ഇത് തലവേദനയ്ക്കുള്ള അതിന് ഇങ്ങനെ കുറേ ടാബ്ലറ്റുകൾ ഒക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടി. എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് മുട്ടിശാന്തിക്ക് വേണ്ടി ഇതാണ് ചെന്ന് ഒക്കെ ആയിട്ട് ചെന്ന് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോണതിൻ്റെ തലേദിവസം രാത്രി ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിനൊന്ന് കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞു. വൈഫിൻ്റെ ഫോൺ കൊടുത്ത് ആൻറ്റി കുഴപ്പമൊന്നുമില്ല, ജോസേട്ടൻ പോന്നോട്ടെ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം, ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ. ഞാനങ്ങനെ വിമാനം കയറി ഡാലസ് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. തൊട്ടടുത്തുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ നമ്പറിലേക്കൊന്ന് വിളിക്കണം, എനിക്കൊരു കോണ്ടാക്റ്റ് ചെയ്യാനാണ് പറ്റണേ, എനിക്ക് ഫോണില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ അയാൾ ഡയൽ ചെയ്ത് തന്ന്, ഹലോ ചേട്ടാ ഞാൻ ജോസാണ്, ഇപ്പം ഞാനിപ്പോൾ ഡാലസ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അയ്യോ അതെന്ത് പറ്റി? ഞാനിപ്പോൾ അവിടെ ഇല്ല, ഞാനിപ്പോൾ കാലിഫോർണിയയിലാണ്, ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കും. ആ ഫോണോടുകൂടി ഞാൻ തലകറങ്ങി താഴെ വീണു. എൻ്റെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് പിടിച്ചെഴുന്നേപ്പിച്ച് കഥ ചോദിച്ചു. എൻ്റെ സത്യസന്ധമായ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ താൻ എന്തു പണിയാടോ കാട്ടുന്നത്? അമേരിക്കയിൽ തനിക്ക് ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ആരുമില്ല. തന്നെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, കാറിൽ കയറി. ഇപ്പം തന്നെ കൊണ്ട് ഇപ്പം പറ്റിയ കുഴപ്പമെന്നാണെന്നറിയാമോ? തനിക്ക് ഞാൻ ഫോൺ തന്നത്, സംസാരിക്കുന്നത്, അത് തലകറങ്ങി വീഴുന്നത്, ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് എല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ കൊണ്ടുപോകാണ്ട് ഇവിടെ ഇട്ടിട്ടും പോയി എന്തെങ്കിലും തനിക്ക് അപകടം പറ്റിയാൽ ആദ്യം കുടുങ്ങുന്നത് ഞങ്ങളായിരിക്കും. അതുകൊണ്ട് താൻ കാറിൽ കയറുമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ച് വിറച്ച് കാറിൽ കയറി എന്ത് ചെയ്ത് കാറിങ്ങനെ പോയി. ഞാൻ പേടിച്ച് വിറച്ചിങ്ങനെ വിറകലിച്ച് നിൽക്കുക. ഒരു മോട്ടേജിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയത് പോലെ, ഇവിടെ നിങ്ങൾക്ക് ഇന്നിവിടെ താമസിക്കുക, നാളെ എന്താണെന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാം, ഇന്നിവിടെ താമസിക്കുന്നു പറഞ്ഞു. എന്നെ ഇറക്കിയിട്ട് അവർ പോയി. $100 കൊടുക്കണമെന്ന് പറഞ്ഞു. $100 കൊടുത്ത് മുറി കയറിയപ്പോൾ മുതൽ എനിക്ക് ആകെ പേടി, ഭയം, ഒന്നുമില്ലാണ്ട് കിടന്നിട്ട് ഉറക്കം വന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ആകെ ഇത് അങ്ങനെ ആ ക്ഷീണത്തിൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഉറക്കം തെളിഞ്ഞപ്പോഴത്തേക്കും ചുറ്റും ഇരുട്ട്, രാത്രി എങ്ങാണ്ടായി. എൻ്റെ ജീവിതം നശിച്ചിട്ടപ്പോൾ തീരാറായി. മരിക്കുക, അതാ രക്ഷയുള്ളൂ. ഞാൻ കൊണ്ടുവന്ന ആ ഗുളിക, ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കുറേ ഗുളികകളുണ്ടല്ലോ, ആ ഗുളികളെല്ലാം കൂടി പൊടിച്ച് ഞാൻ കയ്യിലിട്ടിട്ട് ഇത് ഇങ്ങനെ വായിലേക്ക് ഇടാൻ സമയത്ത് ഡോറിൽ മുട്ട് കേട്ട് ഡോറ് തുറന്നപ്പോഴത്തേക്കും ഒരാൾ വന്ന് പറഞ്ഞിട്ട്, ഇതെന്താണ് കയ്യിൽ? ഇത് ഞാനുള്ള കാര്യം പറഞ്ഞു. ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുമായിരുന്നു. ഒരൊറ്റ അടി എൻ്റെ കർണക്കുറ്റിക്കിട്ട് തന്നിട്ട് വണ്ടി കയറുമെന്ന് പറഞ്ഞു എന്നെ കയറ്റി വലിച്ചു കൊണ്ടുപോയി. അദ്ദേഹമായിരുന്നു എൻ്റെ സുഹൃത്തായ സണ്ണി മാളിയേക്കൽ എന്ന് പറയും. അദ്ദേഹം അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുക. അങ്ങനെയാണ് ഞാൻ പിന്നെ പുള്ളിയുടെ കൂടെയായി. എനിക്കവിടെ നിന്നിട്ട് നിൽക്കപ്പൊറുതിയില്ല, എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം, രക്ഷയില്ലെന്ന് മനസ്സിലായി. ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സണ്ണിച്ചായനോട് പറഞ്ഞു, സണ്ണിച്ചായ ഞാൻ പോവുകയാണ്. അയ്യോ അങ്ങനെ പോകണ്ട, തൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പരിഹരിച്ചോളാം, ഒരു കുഴപ്പമില്ല. ഇല്ല, എനിക്ക് പോയേ മതിയാകും. എന്നാൽ ഒരു കാര്യം ചെയ്യും, തനിക്ക് റിട്ടേൺ ടിക്കറ്റ് ഉള്ളതല്ലേ, താൻ പൊക്കോ, പോയിട്ട് 1 മാസം കഴിഞ്ഞ് പിന്നെയും വാ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു.
ഒരു മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞ് പുള്ളി വിളിച്ച്, എന്തേ ജോസേ തനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, ആകെ ക്ഷീണത്തിനാണോ? അല്ല, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ടിക്കറ്റ് അയക്കാം, കയറിപ്പോരും. അങ്ങനെ പിറ്റേ ദിവസം കയറിപ്പോന്നു. അദ്ദേഹം ഈ റെസ്റ്റോറൻറ്റ് ഡെവലപ്പറാണ്. ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ അവിടെ പോയി റെസ്റ്റോറൻറ്റുകളുടെ വർക്കുകളൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ചെന്ന് പുള്ളി എന്നോട് ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് എന്നോട് ഇങ്ങനെ ഓരോ കഥ, എനിക്ക് ജോസിന് ഒരുമാതിരി എഴുതാനൊക്കെ അറിയാം. ജോസിൻ്റെ നോവലൊക്കെ ഇവിടെ പലരും വായിച്ച്, എഴുതിയ നോവലുകൾ പലരും വായിച്ച്. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, ഇസ്ഹാക്കിൻ്റെ പെട്ടകം എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പലരും വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിലാണ് എന്നെ പുള്ളി രണ്ടാമത് വിളിപ്പിച്ചത്. ഞാൻ തങ്ങളെ വിളിപ്പിച്ചതേ എൻ്റെ കഥയൊന്ന്, ആത്മകഥയൊന്ന് എഴുതണം, എനിക്ക് എഴുതാമെന്ന് പറയാൻ പാടില്ല, ഞാൻ സംഭവങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെ ആ യാത്ര 21 ദിവസം 23 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര, 23 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആ യാത്രയിൽ പുള്ളിയുടെ കഥകൾ മുഴുവൻ പറഞ്ഞ് ഞാനതെല്ലാം എന്നെ നോട്ട് ചെയ്ത് 4 മാസം കഴിഞ്ഞ് ഞാനിവിടെ നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ വിസയ്ക്ക് 6 മാസമേ ഉള്ളൂ. ഒരു ഒറ്റ എൻട്രി 6 മാസമേ അവിടെ താമസിക്കാവുള്ളൂ. അതിൽ കൂടുതൽ 6 മാസത്തിൽ കൂടുതൽ താമസിച്ചാൽ ഈ ഓവർ സ്റ്റേ ആയിപ്പോവും, പിന്നെ നമ്മുടെ വിസ കട്ട് ചെയ്തു പോകും. അതുകൊണ്ട് 4-4.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. ആ 1.5 മാസത്തെ ഞങ്ങളുടെ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറഞ്ഞു തന്നു. ഞാനത് നോട്ട് ചെയ്തെടുത്തു. നാട്ടിൽ വന്ന് ഞാനത് പുസ്തക രൂപത്തിലാക്കി, കഥ മുഴുവൻ എഴുതി അത് പുസ്തകത്തിലാക്കി. എൻ്റെ പുസ്തകം, അതാണ് ആ ആത്മകഥയുടെ ടൈറ്റിൽ. അങ്ങനെ ഞാൻ ഗോസ്റ്റ് റൈറ്ററും കൂടെ ആയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിലീപും നാദർഷയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ചിരുന്ന ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളും കൊണ്ട് അവർക്ക് വളരെയേറെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഈ ഓണത്തിണയ്ക്ക് പുട്ട് കച്ചവടം തന്നെ അതിന് സെക്കൻഡ് പാർട്ട് ഇറക്കുന്നത്, തേർഡ് പാർട്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ പല ഗാനമേളയുടെ അവരുടെ മിമിക്രിയുടെ ഇതെല്ലാത്തിനും ഇഷ്ടം പോലെ ഡിസൈനൊക്കെ വരച്ച് പുള്ളി അവരെ ഞാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന സിനിമയുടെ മ്യൂസിക് ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് എന്നെ വിളിച്ച് ആദരിച്ചത്. അന്ന് സ്റ്റേജിൽ ഇന്നസെൻ്റ് ചേട്ടനുണ്ട്, ഇവരെ കൂടാണ്ട്, ദിലീപിനെയും നാദൃശ്യം കൂടാണ്ട് ഇന്നസെൻ്റ് അവിടെ ഇരിപ്പുണ്ട്. ദിലീപ് ചോദിച്ചു, ചേട്ടാ ഇദ്ദേഹത്തെ ചേട്ടന് ഓർമ്മയുണ്ടോയെന്ന്. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. പണ്ട് ഞങ്ങൾ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്നും പറഞ്ഞൊരു കാസറ്റ് ഇറക്കിയത് ഓർമ്മയുണ്ട്. ഉവ്വ എന്നെ ഒരു വികൃത രൂപമാക്കിയിട്ട് അല്ലേ നിങ്ങൾ ആ കാസറ്റ് ചെയ്തത്? അതെ, അതായത് ചേട്ടൻ്റെ തല ഇയാളുടെ ഉടലുമാണ്, ഇയാളാണ് ഡിസൈൻ ചെയ്തത്. അത് ശരി, നിന്നെ ഒന്ന് കാണണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഭയങ്കര പൊട്ടിച്ചിരിയായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ 1994 ഞാൻ ഈ നാടക അഭിനയം നിർത്തിയെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ വർക്കുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ഇടയ്ക്കാണ് മെട്രോയ്ക്ക് വേണ്ടി എൻ്റെ കെട്ടിടമൊക്കെ എടുത്തു പോയത്. ഞാൻ വാടകയ്ക്കായിരുന്ന ആ കെട്ടിടമൊക്കെ എടുത്തു പോയപ്പോൾ ഞാനത് നിർത്തി, ഓഫീസ് തന്നെ നിർത്തി ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വീട്ടിൽ വന്നിരുന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് പറഞ്ഞ് ചെറിയ വർക്കുകളൊക്കെ കിട്ടിത്തുടങ്ങി. മാത്രമല്ല അപ്പോഴത്തേക്കും കമ്പ്യൂട്ടറുകളുടെ അതിപ്രസരമായി. കൈകൊണ്ട് ചെയ്തിരുന്നിരുന്ന എന്നെ ആവശ്യമില്ല, കമ്പ്യൂട്ടറിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ ഡിസൈനൊക്കെ. അപ്പം ഞാൻ പിന്നീട് ഒരു പ്രസ്ഥാനം തുടങ്ങാനായിട്ടുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ചില പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ വന്ന് എന്നെ വിളിച്ച്, ജോസേ നമ്മുടെ അടുത്തൊരു സമിതിയുണ്ട്, അത് കഴിഞ്ഞ വർഷത്തെ നാടകം അവർ നടന്നില്ല, ഇതൊക്കെ വന്നുകൊണ്ട്, കൊറോണ ഒക്കെ വന്നതുകൊണ്ട് അത് നടന്നില്ല, അതിനകത്തൊരു അച്ഛൻ വേഷം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനില്ലടോ, ഇത്രയൊക്കെ പ്രായമൊക്കെ ആയില്ല, ഇനിയിപ്പോൾ ഉറക്കം നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അല്ല വന്ന് നോക്ക്. ഞാൻ ചെന്നപ്പോൾ കൊള്ളാം, നല്ല വേഷം, കൊള്ളാം. അങ്ങനെ ആ 4 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ച്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നപ്പോഴാണ് ഓരോരുത്തർ എന്നെ അറിയാൻ തുടങ്ങി. ആ പുള്ളി ഒരുപാട് തെറ്റില്ലാണ്ടൊക്കെ വേഷം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കാം എന്നെ തിരുവനന്തപുരം അതുല്യക്കാരി വിളിച്ചത്. ഭക്തകവി പൂന്താനം, അതിൽ പൂന്താനമായിട്ട് അഭിനയിക്കണം ചെന്ന്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 4-5 മാസം ഞാൻ വർക്ക് ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്ന കൊച്ചിൻ ചൈത്രധാര ദേശികൻ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ വിളിക്കുന്നത്.
ഒരു നല്ലൊരു വേഷം ഈ നാടകത്തിനകത്ത് തന്നത്. നാടകം ഏതാണെന്നറിയോ? സ്നേഹമുള്ള യക്ഷി. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ നാടകമാണ് സ്നേഹമുള്ള യക്ഷി. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭയങ്കരമായ നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ വരാൻ പോകുന്ന സീസൺ ആരംഭിക്കുകയാണ്. സീസൺ ആരംഭിക്കുകയെന്ന് പറഞ്ഞാൽ ഡിസംബർ ആകുമ്പോഴത്തേക്കും പള്ളിപ്പെരുന്നാളുകൾ ഉത്സവങ്ങളൊക്കെ തുടങ്ങും. ആ സമയം ചെയിൻ പ്രോഗ്രാം ആയിരിക്കും. ഒരു 180 നാടകങ്ങൾ ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്കും 180 നാടകങ്ങൾ ഞങ്ങൾ ഇവിടെ പ്രോഗ്രാം കളിച്ചിരിക്കും. എന്നാണെങ്കിൽ അത്ര കണ്ട് ജനശ്രദ്ധ ഈ 2-3 മാസം കൊണ്ട് അത്ര ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു ആ നാടകം. നാടകത്തിലൊക്കെ ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി. എന്നുണ്ടെങ്കിൽ എനിക്കൊരു കഥ എഴുതണം, ഒരു നാടകം എഴുതണം. അങ്ങനെ ഒരു സെൻറ്റ് അഗസ്റ്റിൻ ഓർഫനേജിൽ നടന്നൊരു സംഭവം. ഒരു മാനസികമായി ബുദ്ധിമുട്ടുള്ളവർ വന്നു ചേരുന്ന ഒരു സ്ഥലത്താണ് ഈ ഓർഫനേജ്. അവിടെ എത്തപ്പെട്ട ഒരു സ്ത്രീക്ക് ഉണ്ടായ അനുഭവം, അവരെങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്നുള്ളത്, ആ ജീവിതകഥ, അവരുടെ ജീവിതകഥ പറയുന്ന നാടകമാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചം, നന്മയുടെ വെളിച്ചം എന്നാണ് അതിൻ്റെ പേര്. ആയിരത്തി 1984 എൻ്റെ വിവാഹം. എനിക്ക് 2 കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. മൂത്ത മകൻ ജിനു, അവൻ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകളാണ് നീനു, അവൾ ഖത്തറിൽ ഹമദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. രണ്ടുപേരും മെഡിക്കൽ ഫീൽഡാണ്. കലാപരമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. നാടകത്തിലൊക്കെ അഭിനയിക്കാനൊക്കെ പോകുന്നത് കേട്ടിട്ട് അവർക്ക് പുച്ഛമാണ്. സിനിമയിൽ അഭിനയിക്കുന്ന സീരിയലിലൊക്കെ ഞാൻ കൊണ്ട് അഭിനയിച്ചപ്പോഴത്തേക്കും മോള് പറഞ്ഞു, അപ്പയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, നാണക്കേടല്ലേ അപ്പം ഈ ഓരോരോ സീരിയലിലൊക്കെ അഭിനയിക്കുന്നത് എന്ന് പറയാം. ഇതൊക്കെ എന്നാലും ഞാനിതിലൊക്കെ നിൽക്കാൻ കാരണം എന്നെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും പഠിച്ച പിള്ളേരെല്ലാം അവരുടെ കല്യാണം കഴിഞ്ഞ് അവരൊക്കെ ഓരോരോ നിലയിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെ നാടകം എഴുതാം, നാടകത്തിൽ അഭിനയിക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ നല്ലൊരു നാടകം എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ മച്ചാൻ വർഗീസിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. അദ്ദേഹം എൻ്റെ ഓഫീസിലെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരു ദിവസം എന്നോട് ഞാനൊരു സംഭവം അറിഞ്ഞത്. അന്ന് ആ സമയത്ത് സ്പോട്ടിൽ ഞാനും ഉണ്ട്, എവിടെ കലാഭവനിൽ ഞാനും ഉണ്ടെന്ന്. അന്ന് സിദ്ദിഖും ലാലും വർഗീസെ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ അടുത്ത പടത്തിൽ ഒരാളെ പട്ടി ഇട്ട് ഓടിക്കുന്ന ഒരു സീനുണ്ട്. അതിനാൽ നീ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നുണ്ടല്ലോ, നീ പറഞ്ഞാൽ അനുസരിക്കുന്ന പട്ടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്. പക്ഷെ ആ ഓടുന്ന കൂട്ടത്തിൽ ഞാനും കൂടെ ഓടണം. അന്നാ നീയും പോര്, നീയും പോലെ വർഗീസേ എതുപോലെ. അങ്ങനെയായിരുന്നു ആ സിനിമയിൽ അവൻ്റെ ആ രംഗപ്രവേശനം. അതുമാത്രമല്ല, ധാരാളം സീൻ എഴുതി മാറ്റി കുറേ ചായ അടിക്കുന്ന കുറേ സീനുകളൊക്കെ അവൻ എഴുതി. അതുപോലെ തന്നെയാണ് എനിക്ക് കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഓർമ്മ. ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ഓഫീസിൽ ദിലീപുണ്ട്, നാദൃഷയുണ്ട്. ഞാനവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തം വന്ന് ഒരു കാക്കി ഷർട്ടും ഒരു കള്ളിമുണ്ടും കൊടുത്തുകൊണ്ട് പുള്ളി വന്നിട്ട് പറഞ്ഞ്, ജോസ് ഗ്രാഫിക്ക് ഞാനാണ് സാറേ, എനിക്ക് ഈ നാദൃഷ എന്ന് പറയുന്ന ആളെ ഒന്ന് കാണണമല്ലോ ഒന്ന്. നാദൃഷയല്ലേ ദേ ഇരിക്കണത്. പിന്നെ അവർ തമ്മിലായിരുന്നു സംസാരം കുറേ, ഞാനൊക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർ തമ്മിലായിരുന്നു സംസാരം. ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തൊക്കെ അറിയാം? സാറേ, ഞാൻ നാടൻ പാട്ട് പാടും, അതൊന്ന് പാടിക്കേ. അവൻ അവിടെ പെട്ടെന്ന് നിലത്തിരുന്നുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ആ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയെ 100% ആത്മാർത്ഥത. ആ ആത്മാർത്ഥതയാണ് ആ സിനിമയിൽ ഞാൻ കണ്ടത്. ഏതാണ് ആ ചെളിയിൽ അവനെ ചവിട്ടി താഴ്ത്ത. ആരും അങ്ങനെ ഒന്നും അഭിനയിക്കില്ലേ. അത് മച്ചാൻ വർഗീസ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എൻ്റെ നല്ലൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തായിരുന്നു. ആ അച്ചാൻ വർഗീസ് വഴിയാണ് ഞാൻ കലാഭവനിൽ ചെല്ലുന്നത്. ഇവൻ വഴിയാണ് നമ്മൾ മേക്കപ്പ് മാൻ റഷീദ് വഴിയാണ് ഞാൻ ഈ കലാകേരളം അറിയപ്പെടുന്നത്. അതുമാത്രമല്ല NF വർഗീസ്
NF വർഗീസാണ് എന്നെ ആദ്യം, സത്യം പറഞ്ഞാൽ NF വർഗീസാണ് എന്നെ ഈ കലാരംഗത്തിലേക്ക് കാല് പിടിച്ച് കൊണ്ടുവന്നതെന്ന് പറയാം. എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ ഇവിടം വരെ എത്താൻ എന്നെ സാധിച്ചത് ദൈവാനുഗ്രഹമാണ്. അത് ഉറപ്പിച്ച് ഞാൻ പറയുന്നത് ദൈവാനുഗ്രഹമാണ്. അതിന് കാരണം പറയാം. അന്ന് 1994 ഞാൻ ഈ നാടകമൊക്കെ അപ്പച്ചൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാനത് ഉപേക്ഷിച്ചത്. അപ്പച്ചൻ അന്ന് പറഞ്ഞു, എടാ നീ 2 വഞ്ചി കാലുകുത്തരുത്, ഒന്നല്ലെങ്കിൽ നാടക അഭിനയം അല്ലെങ്കിൽ നിൻ്റെ കല. ഇപ്പം കലാരംഗത്ത് നിൽക്കുമ്പോൾ നിന്നെ പ്രശംസിക്കാനും പുകഴ്ത്താനൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടാകും. അതാണോ നല്ലത്, നിൻ്റെ ഇതായിട്ട് പോകുന്നതാണോ നല്ലത്? നീ ആലോചിക്കും. അപ്പം ഞാൻ അന്ന് ചിന്തിക്കുകയായിരുന്നു, അപ്പച്ചൻ എന്താ ഈ പറയണത്? എന്നെ ആരാധകർ പൊക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ഈ കലയുടെ പുറകെ നടക്കണം ശരിയാണ്? അത് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അന്ന് എനിക്ക് ആ നാടകം അഭിനയം അവിടെ നിർത്തണം, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് തോന്നാൻ കാരണം ആ ദൈവാനുഗ്രഹമാണ്. അപ്പച്ചൻ്റെ വാക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഇല്ലാതെ സാധിക്കില്ല. അത് ആ ദൈവാനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിലും ആ ദൈവാനുഗ്രഹം തന്നെയാണ്.